ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. കൂന്തൾ നിറച്ചതാണ് കേട്ടോ. അപ്പോൾ ചില ഭാഗത്ത് ഇതിന് കണവാന്ന് പറയും, ഇവിടെയൊക്കെ ഞങ്ങൾ കൂന്തൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് കൂന്തളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏറ്റവും ചെറുതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വലുതെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ളത് നോക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ തലയുടെ പോർഷനൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂന്തളിൻ്റെ കുറച്ച് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഓരോ കൂന്തളിൻ്റെയും ഇങ്ങനെയുള്ള ഒരു ചിറക് ഉണ്ടാവുമല്ലോ രണ്ട് വശത്തും, അതും കൂടെ നമുക്ക് ഇതുമെന്ന് വേർപെടുത്തിയെടുക്കാം. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനുള്ളൊരു ഫില്ലിങ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂന്തളിൻ്റെയും ഈ ഒരു ചിറക് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനതെല്ലാം വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണമെന്നൊന്നുമില്ല കേട്ടോ, കുറച്ചായാലും മതി. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ക്യാരറ്റ്, സവാള, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ തേങ്ങ. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂന്തളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഈ ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൂന്തളിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഈ ഒരു സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഉപ്പും മുളകൊന്നും ഏറിപ്പോവരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ഒരു കൂന്തളിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു കൂന്തളിന് അധികം വേവില്ല കേട്ടോ, 1-2 മിനിറ്റ് മാത്രമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട, നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതല്ലേ, അതുകൊണ്ട് വളരെ പെട്ടെന്നാകും. കൂടുതൽ നേരം ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1.5 മിനിറ്റ്, അതല്ലെങ്കിൽ 2 മിനിറ്റ്, 2 മിനിറ്റിനുള്ളിൽ നമ്മളിത് എന്തായാലും എടുക്കണം. ഇനി സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും അതുപോലെ പച്ചമുളകും ക്യാരറ്റും, ഒരു ക്യാരറ്റും ഒരു വലിയ സവാളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ആണ് ഇതിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കൂന്തൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടെ അതിന് വരും. അപ്പോൾ ഇത് ഒരുപാടങ്ങ് മൊരിഞ്ഞ് പോകണമെന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു 1/4 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെയും ആ ഒരു പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം, ഒരു കുഞ്ഞു ടീസ്പൂണാണ് കേട്ടോ, ഇതിനൊരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഗരം മസാല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂന്തളിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പേര് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂന്തൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഫില്ലിങ്ങാണ്. അപ്പോൾ തന്നെ ഈ ഫില്ലിങ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൂന്തൾ നിറച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ഈ കൂന്തളിൽ ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കാം.
അപ്പോൾ കുറച്ചൊരു മീഡിയം സൈസിലുള്ള കൂന്തൾ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. വളരെ ചെറുതാണെങ്കിൽ നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ളിലോട്ട് ഇത് നിറച്ച് കൊടുക്കാൻ. പിന്നെ വലുതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നിറച്ച് കൊടുക്കാം. പക്ഷേ വലുതാവുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് കുറവായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന്. അപ്പോൾ ഒരു ചെറുതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ചെറുതിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കൂന്തളിൻ്റെ ഉൾവശം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലി ടൈപ്പിലുള്ളൊരു അഴുക്കുണ്ടായിരിക്കും, ഒരു വേസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ സ്പൂണോ അതല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിങ്ങനെ നിറച്ചതിന് ശേഷം നമുക്കൊരു ഈർക്കിളിയോ അതല്ലെങ്കിൽ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈർക്കിളിയുടെ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതാ എല്ലാം അങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 കൂന്തളും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊന്നും അധികമായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊരു കുറച്ചൊരു നന്നായിട്ട് ലൂസാവണ്ട, ചെറുതായിട്ടൊന്ന് അയഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോയാൽ ഇതിൽ പിടിച്ച് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാല ഇതിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഈ കൂന്തളിൻ്റെയൊക്കെ 2 വശത്തും നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മുടെ കൂന്തളെല്ലാം അതുപോലെ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. കാരണം ഈ ഒരു കൂന്തൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂന്തൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും അത് പൊട്ടും, അപ്പോൾ മുഖത്തോട്ടൊക്കെ ആവും. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂന്തളിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇനിയിപ്പോൾ എത്ര വലിയ കൂന്തളാണെങ്കിലും ഒരു 3 മിനിറ്റ് മാക്സിമം ഇതിൻ്റെ കുക്കിംഗ് ടൈമാണ് 3 മിനിറ്റ് എന്നുള്ളത്. 3 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും നമ്മളിത് വേവിക്കരുത്. അതിനി ഫ്രൈ ചെയ്യല്ല, നമ്മൾ മസാല ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിലും 3 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും കൂന്തൾ വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതൊരു റബ്ബർ പോലെ ആയി പോകും. മാക്സിമമാണ് 3 മിനിറ്റ്. ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോഴൊക്കെ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കിംഗ് ടൈം എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് ടൈം മാത്രം കുക്ക് ചെയ്യുക കേട്ടോ, എന്നാലേ ഇത് സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൾ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്